ഇത് അങ്കിളെ, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. നീ എന്തേ കാണിക്കണത്? ഇതേ അരിപ്പൊടിയല്ല. അങ്കിളെ പ്ലീസ് എന്നെ വിട്ടേക്ക്. നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏറ്റത്? 2 ആഴ്ച നിനക്ക് തന്നിട്ട് ഒരാളെ സംഘടിപ്പിക്കാൻ പറ്റുമോ? അങ്കിളെ ഞാൻ ട്രൈ ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്കിള് പറയുമ്പോൾ ഇത് അത്ര ഈസി അല്ല. അതെ, നിന്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? അതല്ല, ആരെങ്കിലും അറിഞ്ഞ എനിക്ക് പേടിയാ. എന്തിനു പേടിക്കണേ? ഞാൻ നിനക്ക് എത്ര തവണ പറഞ്ഞു തന്നിരിക്കണു. നീ ആദ്യം നിന്റെ ഫ്രണ്ട്സിന് കൊടുക്ക്. അവര് സെറ്റായ പിന്നെ മറ്റുള്ളവർ വരൂലേ? അതൊന്നും നടക്കില്ല അങ്കിളെ. മാത്രല്ല ഇതൊന്നും ആലോചിച്ചിട്ട് എനിക്ക് പഠിക്കാൻ പോലും പറ്റണില്ല. അപ്പൊ നീ തീരുമാനിച്ചു അല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിനക്ക് തന്ന കാശില്ലേ 1500, അതിട്ട് തിരിച്ചതാ. ഇത് എന്തൊരു ട്രാപ്പാണ് അങ്കിളെ. അങ്കിളത് തരുമ്പോ തന്നെ തിരിച്ചു വേണ്ടെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ഓസിക്കാന്ന് വിചാരിച്ചത്? ഞാൻ ആരോട് ചോദിക്കാനാ? അതൊന്നും എനിക്കറിയണ്ട. തന്ന കാശില്ലേ അതിട്ട് തിരിച്ചതാ. അച്ഛനോട് ചോദിച്ചാലൊന്നും കിട്ടില്ല. ശരി, നിനക്ക് പറ്റുന്നൊരു പണിയുണ്ട്. ഓക്കെ, ഇവളെ ഒന്ന് സെറ്റാക്കി. ഇത് സാമിയല്ലേ? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടിയാണല്ലോ. അതെ, ഇവിടുത്തെ SIയുടെ മോളാ. അയാളെ എനിക്കിട്ടൊരു പണി തന്നു. എന്താ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്? നിന്റെ യൂണിഫോം ഇവിടെ എടുത്തിടാ. യൂണിഫോമേ അവന്റെ ഒരു വണ്ടി മാറ്റി പോ. ഇനി മേലാൽ ഇവിടെ വണ്ടി എടുത്തരുത് കേട്ടോ. എടുത്തു പോ. ഒഴിവാക്ക്. ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം വിചാരിച്ചിട്ട് കുറച്ച് കാലായി. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്ന ഈ ടാർഗറ്റിൽ നിന്നും എന്നെ ഞാൻ ഒഴിവാക്കും. അത് ഇതിനേക്കാൾ മെനയാണല്ലോ. അവളെ നീ എനിക്കൊന്ന് കണക്ട് തന്ന മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളെ എന്ത് ചെയ്യാനാ? അതൊന്നും നീ അറിയണ്ട. എന്താ അതും വയ്യാന്നാണോ? അതല്ല, ഈ പോലീസുകാരന്റെ മകളൊക്കെ ആകുമ്പോ ആളൊരു വട്ടാക്കരുതിട്ടോ. അല്ല, ഞാൻ നോക്കാം. നോക്കിയ പോരാ, ശരിയാക്കണം. ആ ശരിയാക്കാം. പിന്നെ വേറൊരാളിത് അറിയരുത്. ആ ചിലപ്പോ ഒക്കെ നമുക്ക് ചിലരോട് നോ പറയേണ്ടി വരും. അങ്ങനെ അത് പറയാത്തതിന്റെ പേരിൽ ഞാനും വലിയൊരു കുഴപ്പത്തിൽ പെട്ടു. നീ എന്ത് മണ്ടത്തരായി കാണിച്ചേ? കേട്ടിട്ട് എനിക്കെന്നെ പേടിയാവണം. പറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ? അല്ല, നിനക്ക് എങ്ങനെ ഡ്രൈവറെ പരിചയം? പരിചയം എന്ന് വെച്ചാ, എടാ ഞാനും അമൂല്യമായും ഒരു ദിവസം സ്കൂൾ വിട്ടു വരികയായിരുന്നു. എടി അവിടേക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. ശരിയാ, ടീച്ചർമാരെ സമ്മതിക്കില്ല. ഹലോ, കേറിക്കോ, ഞാൻ മെയിൻ റോഡിക്കാ. കേറാലേ? വാ കേറാം. നീ എങ്ങനെയാലും ഒപ്പിക്കാൻ നോക്ക്. ഇനി പൈസയുടെ കാര്യം ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആട്ടോ. ഇനി 10ാം ക്ലാസ്സിൽ ടൂർ ഉണ്ടാവോ? ആഹാ, എവിടേക്കാ ടൂറ്? അത് മൈസൂര്. എന്നിട്ടെന്താ പോവാത്തെ? അതിനവളുടെ വീട്ടിൽ നിന്ന് പൈസ കിട്ടില്ല. ഇപ്പോഴൊക്കെയല്ലേ ടൂറിന് പോണ്ടത്. ആ എന്നാ ശരി. അങ്കിളെ താങ്ക് യു. അതെ, ഒരു മിനിറ്റ്, മോളിങ്ങോട്ട് വാ. ഇത് വെച്ചോ. അയ്യോ അങ്കിളെ, അതൊന്നും വേണ്ട. ഇപ്പോഴൊക്കെയല്ലേ ടൂറിന് പോണത്, ഇത് തിരിച്ചിരുന്ന് വേണ്ട, വെച്ചോ. എന്നാ പിടിച്ചോ. എന്നാ ശരി. ഓ, അപ്പൊ അതല്ലേ സംഭവം? എടാ, അയാൾ ഇങ്ങനെ ഇതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഞാൻ വിചാരിച്ചോ? ഒരു സൊല്യൂഷൻ പറഞ്ഞാടാ, ഇതിന്ന് എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെടണം. സൊല്യൂഷനോ? ഞാനോ? അല്ല, ഇത് മയക്കുമരുന്ന് തന്നെയാണോ? നീ ആ പാക്കറ്റ് തുറന്നു നോക്കിയോ? അയാൾ അങ്ങനെ പറഞ്ഞു. എന്നാലും നിന്നെ സമ്മതിച്ചുട്ടോ. യജ്ജാതി പണി നീ ഒപ്പിച്ചിരിക്കണേ. നീ എന്തായി പറയണേ? ഇത് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചോ? ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാണ്ടല്ലോ
അല്ല ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാന്? ആ പോലീസുകാരന്റെ മകളെ സെറ്റായി കൊടുക്കാനോ? അതൊന്നും എനിക്കറിയില്ലടാ, നീ ഒരു വഴി പറഞ്ഞതാ. ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇതുകൂടെ ചെയ്യ്. എടാ പ്ലീസ്. ഞാനെന്ത് ചെയ്യാനാ? ഇല്ലെങ്കിൽ തന്നെ ടീച്ചർമാര് വീട്ടിൽ വിളിച്ചിട്ട് സീനായിട്ട് ഇരിക്കുക. ഇനിയിപ്പൊ ഇതും കൂടി അറിഞ്ഞാ പറയും വേണ്ട. അല്ല എന്താ പോലീസുകാരന്റെ മകളുടെ പേരെന്ന് പറഞ്ഞേ? സാമിയ. ആ, അവളെ കണ്ടിട്ടേ നീ നടന്ന കാര്യങ്ങളൊക്കെ പറ. എടാ അതൊന്നും നടക്കില്ല. നീ ഒന്ന് പറഞ്ഞു നോക്ക്. അവളുടെ അച്ഛൻ പോലീസല്ലേ, അയാള് കാര്യം അറിഞ്ഞാ പ്രശ്നമൊക്കെ സോൾവ് ആവുമല്ലോ. വേറൊരു വഴി ഞാൻ കാണില്ല കേട്ടോ. ഏത് നേരത്താണോ അയാളുടെ കാശ് വാങ്ങാൻ തോന്നിയത്? അയാള് എത്ര ഉറുപ്പ്യ വന്നു പറഞ്ഞ്? 1500. ആ, അതാണ് കൊടുത്താ പ്രശ്നം തീർന്നില്ലേ? ഉം. ഒരു 1500 ഉറുപ്പ്യ ഒപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ? എടാ എനിക്ക് എവിടുന്ന് കിട്ടാനാ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? നാളെ എന്തേലും ഒരു വഴി കാണാം. എന്റെ ഈ പ്രശ്നം അച്ഛനോട് തുറന്നു പറഞ്ഞാലോ എന്ന് കരുതി. അച്ഛനൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, ആകെ ഇമോഷണൽ ആവും. അച്ഛാ. മോളെ, എന്റെ മോള് കടന്നില്ലേ? അത് പിന്നെ അച്ഛാ, സമയം ഒരുപാടായില്ലേ? മോള് പോയി കടന്നോ, അച്ഛൻ വരെ. എടാ അവളോടത് പറയണോ? നീ ഒന്നും മിണ്ടാതിരുന്ന്. എടി നോക്കടി, അഖിലും വിനയും കുറച്ചു ദിവസമായിട്ട് ഭയങ്കര സംസാരാണല്ലോ. അതേട്ടോ. എടി ഓര് തമ്മിൽ വല്ലതും ഉണ്ടോ? ഏയ് ഓളൊക്കെ ഓനെ. ഇതല്ലാതെ വേറെ വഴിയില്ല. അഖിലേ വരായോ? ഇല്ല, നിങ്ങൾ വിട്ടോ. ആ ശരി. ആ, അവള് വരുന്നുണ്ട്. അവര് തമ്മിൽ എന്തോ ഉണ്ട്, അത് ഉറപ്പാ. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞോളാം, നീ വെറുതെ ഇമോഷണൽ ആവാതിരുന്നാ മതി. സാമിയ, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. ആ എന്തേ? അത് നിന്നോട് മാത്രാ. നീ പോയിക്കോട്ടോ, ഞാൻ വരാം. ആ എന്താ കാര്യം? അഖില വലിയൊരു പ്രശ്നത്തിലാ. അതെന്താ? അത് പിന്നെ കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ്. ആ, നിങ്ങളൊക്കെ അഖിലയുടെ ഫ്രണ്ട്സ് ആണല്ലേ? ഞാൻ മേലോട്ടിക്കാം. സാമിയ വാ, നമുക്ക് പോവാം. എന്താ അയാള്? ഇപ്പൊ വന്നത് ശരിയായില്ലെന്ന്. നിന്നെ ഞാൻ പൊക്കിക്കോളാടി. ഹലോ. ആ അതെ ഇക്ക, സാമി ഇതുവരെയായിട്ടും സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല കേട്ടാ. സമയം 4:30 കഴിഞ്ഞില്ലേ, 4:30 ആകുമ്പോഴേക്ക് എത്താറുള്ളതാണ്. സ്കൂളിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുന്നേ? അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൽ വരേണ്ടതല്ലേ? ആ ഈ ഒരു 10 മിനിറ്റ് മണിക്കാക്ക്, എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ വിളിക്ക്. ഓക്കെ? ആ ശരി. അഖില എന്താ പ്രശ്നം? എന്റെ കൈ വിട്. നീ വാ, ഞാൻ പറയാ. എന്താണ്? അഖില, നീ അവളോട് പറ. എന്താ പ്രശ്നം? ഏതാ അയാള്? സാമിയ. ഓ, നീ എങ്ങനെ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടാകില്ല? സാമിയ, എനിക്ക് അയാളിൽ നിന്ന് എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെടണം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അയാൾക്ക് നിന്റെ അച്ഛനോട് എന്തോ ദേഷ്യമുണ്ട്, അതിനാണ് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ വാപ്പച്ചിയോട് പറയാം, അതായിരിക്കും നല്ലത്. അഖില, അവളുടെ ഉപ്പാനോട് പറയുന്ന കേട്ടോ നല്ലത്. അതെ, ഞാൻ എന്റെ വാപ്പച്ചിനോട് പറയാം, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ പോരെ? ഇത് എവിടെയായിരുന്നു മോളെ? എത്ര നേരമായി ഉമ്മ കാത്തിരിക്കണു? അതൊക്കെ ഉണ്ടുമ്മ, നിങ്ങള് വരി. എന്താ മോളെ, എന്താ പറ്റിയത്? ആ പ്രശോഭേ, ആ ഓട്ടോറിക്ഷക്കാരനെ കുറിച്ച് വല്ല വിവരം കിട്ടിടാ? ഇല്ല സർ, അവൻ അങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റാൻഡ് നിൽക്കില്ല എന്നാണ് അന്വേഷിച്ച പറഞ്ഞത്. ആ മോള് പറഞ്ഞത് നോക്കണെങ്കിലേ അവൻ ആ സ്കൂൾ ഏരിയയിൽ കിടന്ന് കറങ്ങാൻ സാധ്യതയുണ്ട്. നീ അവിടെ ചെക്ക് ചെയ്യും. ആ ശരി സർ. അവനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇന്ന് തന്നെ കളക്ട് ചെയ്യണം. അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, അവൻ എവിടെ പോണോ, അവൻ എന്ത് ചെയ്യുന്നു, എല്ലാം ഇന്ന് തന്നെ കളക്ട് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ആ പ്രശോഭേ പറയൂ. സർ അവനെ കിട്ടിയിട്ടുണ്ട്. അതെയോ? സാറേ ഞാൻ അവനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ശരി ശരി ശരി. സർ അവനിപ്പോ വെള്ളയൂർ റോഡ് ഒരു അപ്പാർട്ട്മെന്റ് മുമ്പിൽ വണ്ടി നിർത്തി. സർ അവൻ ആ ഓട്ടോ നിന്ന് ഇറങ്ങി അപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോയി. നീ ഒരു കാര്യം ചെയ്യും, അവൻ വരുന്നവർ അവിടെ തന്നെ നിൽക്കും. ആ ശരി സർ. സർ അവനവിടെ നിന്ന് ഇറങ്ങി സർ. അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, അവൻ ഒറ്റയ്ക്കാണ്.
സർ അവനിപ്പോ ഓട്ടോയിൽ കയറി. സർ അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്കവരെ അവിടെ ഉള്ള ഒരു കാര്യം ഞാൻ നോക്കാം. നീ ആ ഓട്ടോക്കാരനെ ഫോളോ ചെയ്യും. ആ ശരി സർ. സാറേ അവനിപ്പോഴേ സ്കൂൾ റോഡിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. സർ അവനെ പൊക്കല്ലേ സർ? വെയിറ്റ്, ഞാൻ അപ്പാർട്ട്മെന്റ് ഒന്ന് പരിശോധിക്കട്ടെ. ഋഷഭ് അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ അങ്ങോട്ട് എത്താം. ആ ശരി സർ. ആ പറ. അവനായിട്ടുള്ള ഡീല് ശരിയാവുന്ന തോന്നില്ല കേട്ടോ. വെയിറ്റ് ചെയ്യാം, അവൻ സെറ്റായി വരണേ ഉള്ളൂ. എന്ത് സെറ്റ് ആവാൻ? അവൻ എത്ര ക്യാഷാ തരാളെന്ന് അറിയോ? എന്താ ഇവിടെ പരിപാടി? എത്ര പേരുണ്ട് ഇവിടെ? പറടാ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പാലക്കാട് വൻ ലഹരിവേട്ട. സ്കൂൾ കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന നടത്തുന്ന 4 അംഗ സംഘം പോലീസ് പിടി. എറണാകുളം സ്വദേശി ഫ്രാങ്കോ, മലപ്പുറം സ്വദേശി റീമ, പാലക്കാട് സ്വദേശി വിമൽ, ഇടനിലക്കാരനായ ഓട്ടോ ഡ്രൈവർ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 200 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഓട്ടോ ഡ്രൈവറെ സ്കൂൾ പരിസരത്തു നിന്നും മറ്റു 3 പേരെ ചെർപ്പളശ്ശേരിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അച്ഛാ, ഞാൻ പേടിച്ചിട്ടാണ് അച്ഛനോട് ഒന്നും പറയാതിരുന്നത്. മോളെ, എല്ലാം അച്ഛൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. നിന്റെ അമ്മ മരിക്കുമ്പോൾ നിന്നെ ഒരു വിഷമം അറിയിക്കാതെ വളർത്തണമെന്നാണ് നിന്റെ അമ്മ അവസാനമായി പറഞ്ഞത്. അച്ഛനൊക്കെ മറന്നു മോളെ. അച്ഛാ, അച്ഛൻ്റെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഈ കുടി തുടങ്ങിയത്. മോളുടെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ അച്ഛന് പറ്റിയില്ല മോളെ. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അച്ഛന് കുടിക്കില്ല മോളെ, അച്ഛനെ ഒരിക്കലും കുടിക്കില്ല. അച്ഛൻ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞത് അങ്ങോട്ട് പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പറയുമ്പോഴും അച്ഛൻ കുടിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. എന്തത് ഈ മയക്കുമരുന്ന് എന്നൊക്കെ പറയണത് ടിവിയിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. പോയിട്ട് ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ പടി വരെ എത്തിയെന്നായില്ലേ ഇപ്പൊ ഇതൊക്കെ. മോളിതെന്തായാലും വേറെ ആർക്കും കൊടുത്തില്ലല്ലോ, അതന്നെ വലിയ കാര്യം. സാർ, അഖില ഇത് വിനയനോടാണ് ആദ്യം പറയണത്. ഓ, അയാള് കാശ് തന്നപ്പോ അയാൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല സാർ. ഇതാണ് പറയണത് പരിചയമില്ലാത്ത വണ്ടികളിലൊന്നും കയറരുത് എന്ന്. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത പ്രശ്നം തീർന്നല്ലോ, അതന്നെ വലിയ സമാധാനം. ഇനിയിപ്പോ അതൊന്നും ആലോചിക്കണ്ട, നിങ്ങളെന്നാ ക്ലാസ്സിൽ പൊയ്ക്കോളൂ. ശരി സാർ. ആ പിന്നെ ഒരു ടൂറിന്റെ പേരിലാണ് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അടുത്ത വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയും ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ ടൂറിന് വരാതിരിക്കരുത്. ടൂറിന് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മളും ഉണ്ടാവും. എന്താകില്ല, ഹാപ്പി ആയില്ലേ? താങ്ക് യു സാർ. എന്നാ ശരി. ഇല്ലങ്ങളെ, ഞങ്ങൾ നടന്നോളാം. അങ്ങനെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ചിലപ്പോഴൊക്കെ നമുക്ക് നോ പറഞ്ഞേ പറ്റൂ.